വെൽക്കം ടു അനൂസ് കിച്ചൺ. നമ്മൾ എന്താണ് റെഡിയാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. ഈ ഇടയ്ക്ക് നമ്മുടെ യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ആലിയ ഫട്സ് ഫേവറേറ്റ് മിൽക്ക് കേക്ക് ആണ്. അപ്പം നമ്മൾ ഈ ഇടയ്ക്ക് എല്ലാവരും ഇത് കാണുന്ന സമയത്ത് കഴിക്കണമെന്ന് ആഗ്രഹം തോന്നാത്ത ആരും തന്നെ ഉണ്ടാവില്ല. അതുപോലെ എനിക്ക് ആഗ്രഹം തോന്നിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ നമുക്ക് സ്ട്രോബെറി അവൈലബിൾ ആയിരുന്നില്ല കേട്ടോ. ഇപ്പൊ നമുക്ക് സ്ട്രോബെറി കണ്ടു കിട്ടിയപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാം എന്നൊരാഗ്രഹം തോന്നി. അങ്ങനെയാണ് നമ്മൾ ഈ കേക്ക് ഇന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അതുപോലെ തന്നെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു റേറ്റ് ആണ് ഈ ഒരു കേക്കിന്റെ ഒരു പീസിന് വരുന്നത്. അപ്പൊ നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഈ കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ ഇതുവരെ കഴിച്ചിട്ടുള്ള കേക്കുകളെക്കാളും ഒക്കെ ടേസ്റ്റ് നമുക്ക് ഈ ഒരു കേക്കിന് തോന്നും. അത്രയ്ക്കും ടേസ്റ്റിയാണ്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ മെഷർ ചെയ്തെടുക്കുന്നത്. ആദ്യം നമ്മൾ 1.5 കപ്പ് മൈദയാണ് ഇട്ട് എടുക്കാൻ പോകുന്നത്. അപ്പം അതിന് ആദ്യം 1 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 1/2 കപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മെഷറിങ് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ മെഷറിംഗ് കപ്പിൽ കറക്റ്റ് ആയിട്ട് വടിച്ചളന്ന് വേണം എടുക്കാൻ കേട്ടോ. 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ബേക്കിംഗ് സോഡയാണ്. അത് 1/2 ടീസ്പൂൺ ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് ഒരു തവണ അരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ 3 തവണ അരിച്ചെടുക്കാം. ഏത് രീതിയിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അപ്പൊ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഒരു തവണ അരിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് ചെയ്യാറ് കേട്ടോ. അപ്പം ഇപ്പൊ സ്പൂൺ കൊണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിന്റെ മെഷർ ചെയ്ത് സീവ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് എടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പം നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളത്തിന്റെ ഒരു അംശവും ഇല്ലാത്ത ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 6 മുട്ടയാണ് നമ്മൾ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പൊ 6 മുട്ട നമുക്ക് ഓരോന്ന് വീതം പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മൾ 6 മുട്ടയും പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്കിനി 1.5 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പം മുട്ട പൊട്ടിച്ചൊഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മാത്രമേ മുട്ടയുടെ സ്മെല്ല് നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഫസ്റ്റ് ലോ സ്പീഡിൽ ഇട്ടിട്ട് നല്ല രീതിയിൽ കുറെ ടൈം ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ അതിനുശേഷം സെക്കൻഡ് സ്പീഡിലോട്ട് മാറ്റി വീണ്ടും കുറച്ച് ടൈം നമ്മൾ ബീറ്റ് ആക്കി കൊടുക്കുക. ഈ ഒരു ടൈമിൽ മുട്ട പതഞ്ഞു വരുമ്പോഴത്തേനും നമുക്ക് 1.5 കപ്പ് പഞ്ചസാരയുടെ പൊടിയും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ 1.5 കപ്പ് പഞ്ചസാരയല്ല, 1.5 കപ്പ് പഞ്ചസാരയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഞാനിപ്പോ ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മാറ്റി എടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കേക്കിന് നല്ല മധുരമാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ആ ഒരു മിൽക്ക് ആ ഒരു മിക്സിനൊക്കെ നല്ല മധുരമാണ്. അപ്പൊ കുറച്ച് മധുരം എനിക്ക് കുറവ് മതിയായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടൈമിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിൽ നിന്ന് മാറ്റിയത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മാറ്റിയത്, ഇല്ലെങ്കിൽ 1.5 കപ്പ് അതുപോലെ തന്നെ ചേർത്ത് കൊടുത്ത് ബീറ്റ് ആക്കി എടുക്കാം. അപ്പൊ നല്ല രീതിയിൽ നമ്മളിവിടെ നല്ല ഫ്ലഫി ആയിട്ട് തന്നെ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബട്ടർ എസൻസും അതുപോലെ മിൽക്ക് എസൻസും ആണ്. ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഇത് സ്കിപ്പ് ചെയ്ത് വിട്ടേക്കുക. ഇനി നമ്മൾ ഇത് 1/2 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഞാൻ മിൽക്ക് എസൻസ് വളരെ കുറച്ച് ആണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിലും ഇതൊരു മിൽക്ക് കേക്ക് ആയതുകൊണ്ട് 1/2 ടീസ്പൂൺ മിൽക്ക് എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ ഏകദേശം നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. 1/2 കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ബാക്കി ബീറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ആ ഓയിൽ ചേർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോ സ്പീഡിലായിരിക്കണം ഉണ്ടാവുന്നത്. ഇതിപ്പോ ലോ സ്പീഡിലാണുള്ളത്, ഫസ്റ്റ് സ്പീഡിലാണ് ഇതിപ്പോ ഉള്ളത്. ലോ സ്പീഡിൽ നമുക്കൊരു 10 സെക്കൻഡ് ഇത് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ബീറ്ററിന് മാറ്റി കൊടുക്കാം. ബീറ്ററിന്റെ ആവശ്യം ഇനി നമുക്കില്ല. 10 സെക്കൻഡ് മാത്രം ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചു കൊടുക്കണം. അപ്പൊ നമ്മൾ 180°C 10 മിനിറ്റ് ആണ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ടൈമിൽ ഇത് പ്രീഹീറ്റ് ആവുന്ന സമയത്ത് നമുക്ക് 2 കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ കേക്ക് ടിൻ റെഡിയാക്കി എടുക്കണം. അത് രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മുടെ കേക്കിന്റെ ബാറ്റർ സെറ്റ് ചെയ്തെടുക്കണം. അപ്പൊ കേക്ക് ടിൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ റെഡിയാക്കി വെക്കാം കേട്ടോ. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് സാധനങ്ങൾ എടുക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് ഈ ഒരു കേക്ക് ടിൻ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മളിപ്പോ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ബ്രഷ് കൊണ്ട് നന്നായിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ സാധാരണ ചെയ്യുന്ന വെച്ചാൽ ഫുള്ള് നമ്മുടെ ഈ ഒരു ഓയിൽ കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ ഒരു ബട്ടർ പേപ്പർ തന്നെ തിരിച്ചങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു ബ്രഷ് കൊണ്ട് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ സാധാരണ ഓരോരുത്തരും ഫോളോ ചെയ്യുന്ന ഓരോ രീതിയാണ്. അപ്പൊ നിങ്ങൾ ഏത് രീതിയിലാണോ ചെയ്യുന്നത് ആ രീതിയിൽ ചെയ്യാം. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇനിയൊന്ന്
എന്താണ് ഓയിൽ കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ ഓൾറെഡി ഇതിന്റെ ബാക്ക് സൈഡ് ഫുള്ള് ഓയിൽ ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമ്മുടെ ബ്രഷോ എന്തെങ്കിലും കൊണ്ടൊന്ന് എന്താണ് കറക്റ്റ് നമുക്ക് ലെവൽ ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പൊ നിങ്ങൾ ഏത് രീതിയിലാണോ ചെയ്യുന്ന ആ രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ കേക്ക് ടിൻ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാറ്റർ മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിലേക്ക് നമുക്ക് 2-3 തവണയായിട്ടിട്ട് മിക്സ് ആക്കി എടുക്കണം. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ സ്പാച്ചില യൂസ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ വിസ്ക് യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്താണോ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഏതായാലും സ്ലോലി ആയിട്ട് തന്നെ നമ്മൾ ഈ ബാറ്റർ മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് അതിന് നമ്മൾ എന്താണ് ഇടിച്ച്, അതായത് നമ്മൾ നല്ല പ്രഷർ കൊടുത്തതിനെ കുത്തി ഇളക്കി ആ ഒരു രീതിയിൽ ബാറ്റർ മിക്സ് ചെയ്യാതെ സ്ലോ ആയിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. 2-3 തവണയായിട്ടിട്ട് കട്ട കെട്ടാതെ വേണം നമ്മൾ ഈ ഒരു ബാറ്റർ മിക്സ് ചെയ്തെടുക്കാൻ. ബാറ്റർ നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുന്നു അത്രത്തോളം നല്ലതായിരിക്കും നമ്മുടെ കേക്കിന്റെ സ്പഞ്ച്. അപ്പം ഞാനിത് എപ്പോഴും എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. അപ്പം എന്താണ് നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പം നമ്മളിവിടെ ബാറ്റർ ഫുൾ, അതായത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് മൊത്തം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതും കൂടെ ഒന്ന് സ്ലോലി തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ അവസാനമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ വിനെഗർ ആണ് കേട്ടോ. ഇതൊട്ടും മിസ്സാക്കേണ്ട. നമ്മുടെ കേക്കിന്റെ ആ ഒരു എന്താണ് സ്പഞ്ചിന്റെ ടെക്സ്ചർ, ആ ഒരു നല്ല ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു എന്താണ് വിനെഗർ നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഉറപ്പായിട്ടും നിങ്ങൾ ഇത് അവസാനം ചേർത്ത് കൊടുക്കുക. ഇപ്പൊ നമ്മുടെ ബാറ്റർ എന്ന് പറയുന്നത് റിബൺ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. അളവും മെഷർമെന്റ്സും ഒക്കെ കറക്റ്റ് ആണ്. ഈ ഒരു രീതിയിൽ തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണുക കേട്ടോ. അപ്പൊ ഇനി നമുക്ക് കേക്കിന്റെ ടിൻ റെഡിയാക്കി ഇതിലേക്ക് നമ്മുടെ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു രീതിയിൽ വീഴുമ്പോഴാണ് ഇത് റിബൺ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നമ്മുടെ കേക്കിന്റെ ബാറ്റർ എപ്പോഴും ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും. അപ്പൊ ഇനി നമുക്ക് ഇത് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒരു സ്ക്വയർ കൊണ്ട് നന്നായിട്ടൊന്ന് കറക്കി കൊടുക്കണം. അപ്പം നമ്മുടെ കേക്കിന്റെ ബാറ്റർ ടാപ്പ് ചെയ്തിട്ട് അതുപോലെ ഒന്ന് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിലുള്ള എയർ ബബിൾസ് ഒക്കെ പോയി കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ കേക്കിന്റെ അകത്ത് വലിയ വലിയ ഹോൾസ് ആയിട്ട് വരും. അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഒന്ന് ഒരു സ്റ്റിക്ക് കൊണ്ട് കറക്കി കൊടുക്കുന്നത്. ഇപ്പൊ പ്രീഹീറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഓവനിലേക്ക് നമുക്ക് നമ്മുടെ കേക്കിന്റെ ബാറ്റർ വെച്ച് കൊടുക്കാം. ഇപ്പൊ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 60 മിനിറ്റ്, കറക്റ്റ് 60 മിനിറ്റ് ആണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. 60 മിനിറ്റ് ആകുമ്പോഴത്തേനും നമ്മുടെ കേക്ക് സെറ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ട് വരും കേട്ടോ. അപ്പൊ ഈ ഒരു മെഷർമെന്റിൽ എടുക്കുമ്പോഴാണ് ഈ ഒരു ടൈം നിങ്ങൾക്ക് ആവുന്നത് കേട്ടോ. അപ്പൊ ഉറപ്പായിട്ടും അത് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ കേക്കിന്റെ ബാറ്റർ നമ്മൾ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഓവനിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഒരു മിക്സ് റെഡിയാക്കി എടുക്കാറുണ്ട്. ഇതാണ് ഇതിന് ഏറ്റവും സ്പെഷ്യൽ ആക്കുന്നത്, ഈ കേക്കിന് ഏറ്റവും സ്പെഷ്യൽ ആക്കുന്നത് ഈ ഒരു മിക്സ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിലേക്ക് 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1 കപ്പോ 1.5 കപ്പോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ 1 കപ്പ് പാലിന് ഏകദേശം 1/4 കപ്പോളം എന്താണ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം ഒരു 1/4 കപ്പ് ടു അര കപ്പ് ടു 1/4 കപ്പ് ആ ഒരു മെഷർമെന്റിൽ നിങ്ങൾക്ക് ഇതിലേക്ക് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. അതായത് നിങ്ങൾക്ക് ഒരുപാട് മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഇതൊരു 1/2 കപ്പ് വരെയൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. അതിൽ നല്ല മധുരം നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ 1/4 കപ്പ് വരെ നമ്മുടെ മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിപ്പിംഗ് ക്രീമിൽ ഓൾറെഡി നല്ല മധുരം ഉണ്ട്. അതിന്റെ കൂടെയാണ് നമ്മൾ ഈ ഒരു ഇത് കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഈ ഒരു മിൽക്ക് മെയ്ഡ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം കുറച്ച് വിപ്പിംഗ് ക്രീം കൂടെ അധികം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പക്ഷേ ഈ ഒരു മിൽക്ക് മെയ്ഡ് ആണ് ഇതിന് നല്ല ടേസ്റ്റി ആക്കാൻ, ഉറപ്പായിട്ടും അത് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. ഏകദേശം 1/2 കപ്പ് ടു 1/4 കപ്പ് ക്രീം മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. ഒരുപാട് പ്രൊസീജിയേഴ്സ് ഒന്നും നമ്മുടെ ഈ കേക്കിന് ഇല്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. സാധാരണ കേക്കിൽ നിന്നൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി കേക്കാണ്. കാരണം ഇതിന് ഒരുപാട് ലെയേഴ്സ് കട്ട് ചെയ്യാനോ അത് നമുക്ക് 3 ലെയേഴ്സ് ആക്കാനോ അതിന്റെ ഇടയിൽ ഫില്ലിങ് കൊടുക്കാനോ അങ്ങനെ ഒന്നുമില്ല. സംഭവം നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാൻ പറ്റും. അപ്പൊ ഇനി നമുക്ക് ഈ ഒരു കേക്കിന് വേണ്ടിയിട്ടുള്ള ക്രീമാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ ഒക്കെ പറയുന്നത് പോലെ തന്നെ ലോ ടു ഹൈ സ്പീഡിലേക്ക് വരുന്നതനുസരിച്ച് നിങ്ങൾ അത് അങ്ങനെ തന്നെ സ്പീഡ് കൂട്ടിക്കൊടുക്കുക. പെട്ടെന്ന് കൂട്ടി ബീറ്റ് ചെയ്തെടുക്കാതിരിക്കുക കേട്ടോ. അപ്പൊ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1 ടീസ്പൂൺ മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ എല്ലാം കൂടെ ഭയങ്കര മധുരമായിട്ട് നമുക്കൊരു മടുപ്പ് തോന്നും. അപ്പൊ മധുരം ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ യൂസ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മുടെ കേക്ക് കറക്റ്റ് ആയിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. അതായത് 1 മണിക്കൂറാണ് നമ്മുടെ ഈ ഒരു കേക്ക് ബേക്കാൻ വേണ്ടി നമുക്ക് എടുത്തിട്ടുള്ളത്. കറക്റ്റ് 1 മണിക്കൂറായപ്പോൾ നമ്മുടെ കേക്ക് നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിൽ നമുക്ക് ഒരുപാടൊന്നും കട്ട് ചെയ്ത് മാറ്റാനൊന്നുമില്ല. കാരണം നമ്മൾ ഒരുപാട് മുകൾ ഭാഗം പൊന്തിയൊന്നും വന്നിട്ടില്ല. പക്ഷെ നമുക്ക് ഈ ഒരു ഇത് കട്ട് ചെയ്ത് മാറ്റണം. അപ്പൊ എന്തായാലും നമ്മുടെ കേക്ക് നല്ല സെറ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് ലെവലായിട്ട് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഡിമോൾഡ് ചെയ്തെടുത്തിട്ട് നോക്കാം.
ഇപ്പൊ നമ്മുടെ കേക്ക് നമ്മൾ ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അതുപോലെ നല്ല ഹൈറ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആണ്. അപ്പൊ ഇനി നമുക്ക് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ നമുക്ക് ഈ ഒരു കേക്കിന്റെ കളർ ഭയങ്കര വൈറ്റ് ആയിട്ടാണ്, ഈ ഒരു കളറിലല്ല ഉള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് മുകൾ ഭാഗവും സൈഡ് ഭാഗവും കട്ട് ചെയ്ത് മാറ്റിയിട്ടാണുള്ളത്. അപ്പൊ കട്ട് ചെയ്തപ്പോൾ ചെറിയ ഷേപ്പിന് വ്യത്യാസമൊക്കെ നിങ്ങൾക്ക് തോന്നുന്നെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ക്രീമൊക്കെ സെറ്റ് ചെയ്യുമ്പോഴത്തേനും അത് സെറ്റ് ആയി കിട്ടും കേട്ടോ. അപ്പൊ ഇനി നമ്മൾ ഒരു പ്ലേറ്റ് ആണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുഴിഞ്ഞ ടൈപ്പ് പ്ലേറ്റ് ഒക്കെ എടുക്കാം, അതാണ് സാധാരണ യൂസ് ആക്കുന്നത്. പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പൊ അത് അവൈലബിൾ അല്ല. അപ്പൊ നമുക്ക് എല്ലാവരുടെ അടുത്തും ആ ഒരു ടൈപ്പ് പ്ലേറ്റ് അവൈലബിൾ അല്ല ആയിരിക്കണം എന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള പ്ലേറ്റ് ആണെങ്കിലും മതി, ചെറിയൊരു കുഴിവ് എല്ലാ പ്ലേറ്റിനും ഉണ്ടാവുമല്ലോ, ആ ഒരു പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിലും മതി. നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു സ്പഞ്ച് നമ്മൾ ലെയർ ചെയ്തെടുക്കാത്തതുകൊണ്ട്, ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നന്നായിട്ട് ഫോർക്ക് കൊണ്ട് നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും ഒന്ന് കുത്തി കൊടുക്കണം. കാരണം നമ്മൾ ചേർക്കുന്ന ആ ഒരു മിൽക്കിന്റെ ആ ഒരു മിക്സ് ഇതിൽ ഫുള്ള് നന്നായിട്ട് പിടിക്കണം. അപ്പൊ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഈ ഒരു ഫോർക്ക് കൊണ്ട് ഫുള്ള് നമ്മൾ കുത്തി കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ പെട്ടെന്ന് ഇത് ഒഴുകി അകത്തോട്ടൊക്കെ ഇറങ്ങി ചെല്ലത്തുള്ളൂ. അപ്പൊ ഇനി നമുക്ക് ഈ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റി തണുക്കാനായിട്ട് വെച്ചിരുന്ന ആ ഒരു മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഇതിന്റെ ഒരു 1/4 ഭാഗം വെച്ചിട്ട് ബാക്കി ഫുള്ള് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/4 ഭാഗം നമുക്ക് അവസാനം കേക്ക് കഴിക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ബാക്കി മൊത്തവും നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കേക്കിന് ഈ ഒരു മിൽക്കിന്റെ മിക്സ് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ ആക്കുന്നത്. ഈ ഒരു കേക്കിന് ഇത്രത്തോളം സ്പെഷ്യൽ ആക്കുന്ന ഈ ഒരു മിക്സ് ആണ്. ഈ ഒരു മിക്സ് ഇതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ആലിയ ഭട്ട് കഴിച്ചതുപോലെയുള്ള അതേ ടേസ്റ്റിൽ നമുക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ മെഷർമെന്റും കാര്യങ്ങളും ഒക്കെ എടുക്കുക. നമുക്കിപ്പം എല്ലാവർക്കും അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും വില കൊടുത്തിരുന്ന ഒരു കേക്കിന്റെ പീസൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ എല്ലാവർക്കും പറ്റണമെന്നില്ല. പക്ഷെ ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും അത് കഴിക്കണം, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ടേസ്റ്റ് എന്ന് അറിയണം, ഇത്രത്തോളം അത് അവർക്ക് ഫേവറേറ്റ് ആവാനുള്ള അത്രത്തോളം ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് എന്താണെന്ന് അറിയണം എന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് അല്ല ഇതിന്റെ. ഒരു പീസിന് ഏകദേശം നല്ല റേറ്റ് ഉണ്ട്. അപ്പം നമ്മൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാം. അതുപോലെ തന്നെ ഇതുപോലുള്ള കേക്ക്സ് ഒക്കെ കാണുമ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞുമക്കൾക്കൊക്കെ ആഗ്രഹം തോന്നും. അപ്പൊ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമുക്ക് തന്നെ ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം പറ്റും. അപ്പം അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന കേക്കിന് വരുന്നത്. നമുക്ക് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടല്ല, പക്ഷെ ടേസ്റ്റിൽ നമ്മൾ ഒരു കോംപ്രമൈസും കാണിച്ചിട്ടില്ല, നല്ല ടേസ്റ്റിയാണ്. അപ്പൊ നമ്മൾ ഇനി ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ക്രീമിന് മുകളിലായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇതില് നമ്മളൊന്ന് ഒരു ഐസിങ് നൈഫോ അല്ലെങ്കിൽ ഐസിങ് നൈഫ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ഓവൻ ആയാലും ബീറ്റർ ആയാലും ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു കേക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ബീറ്റ് ചെയ്തപോലെ നല്ല മിക്സിയിലിട്ട് നല്ല രീതിയിലൊന്ന് അടിച്ച് പതപ്പിച്ചെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഓവൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ ഏതെങ്കിലും ഒരു ചരുവത്തിലോ അല്ലെങ്കിൽ ഒരു ബിരിയാണി പോട്ടിലോ എന്തെങ്കിലും വെച്ച് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഈ ഒരു കേക്ക് അതിലേക്ക് വെച്ച് കൊടുക്കണം എന്നേ ഉള്ളൂ. അപ്പൊ ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി കേക്കാണ്. അപ്പൊ ഇതുപോലെ നമ്മൾ അതിന്റെ മുകളിൽ ക്രീം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ സൈഡിൽ ക്രീം വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. അപ്പൊ നമ്മൾ മുകളിലെല്ലാം നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ട്രോബെറി ആണ് വേണ്ടത്. നമ്മൾ ഈ ഒരു ഒതന്റിക് ആയിട്ടുള്ള നമ്മുടെ ഇതിന്റെ രീതിയിൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിന്റെ ഒരു സ്റ്റൈലിൽ സ്ട്രോബെറി തന്നെ വെച്ച് കൊടുക്കണം അല്ലേ. അതാണ് അതിന്റെ ആ ഒരു കേക്കിന്റെ ആ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും അത് തന്നെ വെച്ച് കൊടുക്കാം. പക്ഷെ എൻ്റെ അടുത്ത് ബ്ലൂബെറി ഇല്ല, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സ്ട്രോബെറി കൊണ്ട് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ബ്ലൂബെറി ഞാൻ തീർത്തും അവോയ്ഡ് ചെയ്തിട്ടുണ്ട്, കാരണം എൻ്റെ അടുത്ത് ഇല്ല, അവൈലബിൾ അല്ല. അപ്പൊ നിങ്ങൾക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. അപ്പൊ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഇതിൽ പ്രത്യേകിച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ഈ ഒരു കേക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ടേസ്റ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. നമ്മൾ ഇതുവരെ കഴിച്ചിട്ടുള്ള കേക്കിലൊക്കെ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് തോന്നിയ ഒരു കേക്ക്. അതുപോലെ തന്നെ ഇത് കഴിക്കുന്ന സമയത്ത് ഇതിന്റെ ആ ഒരു മിൽക്കിന്റെ മിക്സിൽ മുക്കി വേണം കഴിക്കാം കേട്ടോ, എന്നാലാണ് അതിന്റെ ആ ഒരു ടേസ്റ്റ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഇതിൽ നിന്നൊരു പീസ് ഞാൻ കട്ട് ചെയ്തൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് മിൽക്ക് മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടാണ് ഇതിന് കഴിച്ചു നോക്കേണ്ടത് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ആ ഒരു കേക്കിന്റെ ആ ഒരു രുചി നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പൊ തന്നെ ഓൾറെഡി ആ കേക്ക് ഫുള്ള് ഈ ഒരു മിൽക്ക് മിക്സിൽ കുതിർന്നിട്ടാണുള്ളത്. വായിൽ വെച്ചാൽ അലിഞ്ഞു പോകുന്ന ആ ഒരു ടൈപ്പാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ ഒന്നും കൂടി അത് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ മുക്കി കഴിക്കുമ്പോൾ അത് അടിപൊളി ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും, ഒട്ടും മിസ്സാക്കണം. എന്തായാലും നമുക്ക് ഇത്രയും എക്സ്പെൻസീവ് ആയിട്ട് വാങ്ങിച്ചു കഴിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറന്നുപോകില്ല. അപ്പോൾ അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും
കൂടെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ കൂടെയുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്കൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ അതുപോലെ ബെല്ലൈക്കനും കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പൊ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുതെന്ന് പറയുന്നത് നിങ്ങൾ വിട്ട് കളയരുത്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ അടുത്ത വീഡിയോ വരുന്നത് ബൈ.